ലഹരിക്കെതിരെ നമ്മുടെ ലാലേട്ടൻ കുട്ടികളായിട്ട് സംസാരിക്കാൻ വന്നപ്പോൾ ഒരു കൊച്ചു മോള് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതൊന്ന് കേട്ടു നോക്കിയാൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ ഉത്തരവും കേട്ടു നോക്കിട്ടാ. അത് അടിപൊളിയാണ്, മാസ സംഭവമാണ്. നല്ലൊരു കുക്കാണെന്ന് എനിക്കറിയാം. കുട്ടിക്കാലത്ത് അമ്മയോട് എന്ത് ആഹാരമാണ് ഏറ്റവും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുള്ളത്? ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരുപാട് ആഹാരങ്ങളൊന്നുമില്ല. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ്. നമുക്ക് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉള്ളൂ. എന്താണ്, ചിലപ്പോൾ കഞ്ഞിയായിരിക്കും, ചിലപ്പോൾ ദോശയായിരിക്കും, ഇഡ്ഡലി ആയിരിക്കും. അങ്ങനെ അല്ലാതെ ഒരുപാട് ഡിഷൊന്നുമില്ല. വളരെ മിനിമൽ സൗകര്യത്തിൽ ജീവിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ന് ഉണ്ടാക്കുന്നത് കഴിച്ചിട്ട് പൊടാന്ന് പറയും. അവരുടെ തരുന്ന വളർന്ന ആൾക്കാരാണ്. എന്തെങ്കിലും പ്രത്യേകതയുള്ള ഭക്ഷണം അങ്ങനെ, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകമുള്ള ഭക്ഷണം കിട്ടിയാലേ ദിവസം സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതൊന്നുമില്ല. എന്ത് കിട്ടിയാലും അത് കഴിച്ചുകൊണ്ട് നമ്മുടെ ജോലിക്ക് ഇറങ്ങാൻ അത് നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയിരുന്നു അന്ന്. ഓക്കെ, അമ്മ ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണമാണ് ലാലേട്ടന് ഏറ്റവും ഇഷ്ടം? എല്ലാം ഇഷ്ടമല്ലേ? അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും ഇഷ്ടം. അടിപൊളി 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 സൂപ്പർ. അദ്ദേഹം സൂപ്പറായിട്ട് ആ കാര്യം അവതരിപ്പിച്ചു പറഞ്ഞു. ശരിയല്ലേ? കാരണം പഴയ കാലത്ത് ഇപ്പം എൻ്റെ കുട്ടിക്കാലത്തും എനിക്ക് അതുപോലെയൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞ് വാശി പിടിക്കലൊന്നുമില്ല. വീട്ടിലുണ്ടാക്കുന്നത് കഴിക്കുന്നു, അല്ലേ? അമ്മ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അത് നമുക്ക് അമൃത് തന്നെയാണ്. അമൃതാണത്. അമ്മയുടെ ആ ശക്തിയാണ് നമ്മുടെ ഞരമ്പിലോടുന്ന ചോരയുടെ രക്തത്തിൻ്റെ തിളപ്പ് തന്നെ. അപ്പം അമ്മ ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണമായാലും നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ്. അതെ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ കൂടി ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. മോഹൻലാൽ എന്ന മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. കുട്ടികളായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കുട്ടികളുടെ ചോദ്യങ്ങൾ വളരെ മികവുള്ള ചോദ്യങ്ങളാണ്. ലാലേട്ടന്റെ സ്കൂളിൽ പോകുന്ന കാലത്ത് ലാലേട്ടന്റെ പാരന്റ്സ്, അച്ഛനമ്മയും എന്ത് ഉപദേശമായിരുന്നു തരുന്നത്? അത് ലാലേട്ടൻ കേൾക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഉപദേശമൊന്നും തരേണ്ട കാര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. അത്രയും ഒരു കലുഷമായ ജീവിതമായിരുന്നില്ല. പെട്ടെന്ന് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് പറയാവുന്ന സൂക്ഷിച്ചു പോകണം, അല്ലെങ്കിൽ അന്നൊന്നും ഇത്രയും ട്രാഫിക് ഇല്ല, ആരെങ്കിലും കൊണ്ടുവിടും, എളുപ്പം വരണം, പഠിക്കണം, അങ്ങനെയൊക്കെ വളരെ ജനറലായിട്ട് വലിയ ഉപദേശങ്ങൾക്കൊന്നും അന്ന് വലിയ പ്രസക്തിയില്ലായിരുന്നു. നമുക്ക് ചെയ്യേണ്ട ജോലികളെക്കുറിച്ച് ധാരണകളുണ്ടായിരുന്നു. ഞങ്ങളത് ചെയ്യുമായിരുന്നു, അല്ലേ? രാവിലെ ഇപ്പോഴല്ലേ വെളുപ്പിനെ കുട്ടികളെ പിടിച്ചെണീപ്പിച്ച് ഇത് ഒരു വലിയ ജോലി പോലെയായി സ്കൂളിൽ പോകുന്ന അച്ഛനമ്മമാർക്ക്. എൻ്റെ അച്ഛനും അമ്മമാർക്കൊന്നും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. അവർ നമ്മുടെ സ്കൂൾ പഠനത്തിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ടില്ല. അത് നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റും കൂടെയാണ് സ്ട്രെസ്ഫുൾ ആക്കാതിരിക്കുക എന്നുള്ളത്. അപ്പം അവർ ഉപദേശിക്കാതെ അവർക്ക് എന്താണ് അവരുടെ മനസ്സിൽ തോന്നുന്നത്, അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. അവർക്കൊരു സ്ട്രെയിൻ കൊടുക്കാതെ ഇതിനെ ഏറ്റവും രസകരമായിട്ട് പഠനത്തിനെ കൊണ്ടുപോകാൻ നിങ്ങളാണ് ശ്രമിക്കേണ്ടത്. സോ യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ്. അടിപൊളി. ഇന്നത്തെ തലമുറയിലെ അച്ഛനമ്മമാര് കേൾക്കേണ്ട വാക്കുകളാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കും കൂടി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം കുട്ടികൾക്കൊരു ഫ്രീഡം കൊടുക്കണം പഠിക്കാൻ. അവരിങ്ങനെ എപ്പോഴും പഠിക്കി 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 പഠിച്ച് വലുതാവണം, പഠിക്കി പഠിക്കി എന്ന് പറഞ്ഞ് റാപ്പ് പാടുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ് അവരെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നല്ല നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക. കുട്ടികളെ എപ്പോഴും സ്നേഹിക്കുക. അവർ പഠിച്ചോളും, അവർ വളർന്നോളും, അവർ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കും, അത് ഉറപ്പ് തന്നെയാണ്. അവരെങ്ങനെ അടിച്ച് വേദനിപ്പിച്ചൊക്കെ പഠിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. ഇനി അടുത്ത ഒരു ഇതുകൂടി കേട്ടു നോക്കാം നമുക്ക്. മോഹൻലാൽ എന്ന മനുഷ്യൻ പറഞ്ഞ മികവുള്ള വാക്കുകളെ നമുക്ക് കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ. ലാലേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി ഡയലോഗ് ഏതാ? അല്ല, ഒരുപാടുണ്ടല്ലോ. ഫേവറേറ്റ് എന്നെ പരിചയമുള്ളവരോട് ഞാൻ പണ്ടേ പറയാറുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. സൂപ്പർ സൂപ്പർ അടിപൊളി. അത് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ തന്നെ പറയാൻ വേണ്ടിയിട്ട് മനസ്സിൽ ഇങ്ങനെ പൊന്തി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ടുള്ള ഡയലോഗ് തന്നെയാണ്. ആ കുട്ടി ചോദിക്കുകയും ചെയ്തു, അദ്ദേഹം പറയുകയും ചെയ്തു. നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. എല്ലാരും പറയും സ്കൂൾ കാലമാണ് ഏറ്റവും നല്ല കാലം. ലാലേട്ടൻ അങ്ങനെയാണോ? ലാലേട്ടന്റെ സ്കൂൾ കാലത്തെ ഏറ്റവും നല്ല ഓർമ്മ ഏതാണ്? ഞാനൊരു കാര്യം പറയട്ടെ. ഇത് മോഹൻലാൽ എന്ന മനുഷ്യൻ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ പറയും, ഓ ഭയങ്കര പണിയാണ്, എൻ്റെ പൊന്നെ എന്തൊരു അടിയാടാ ടീച്ചർ, സ്കൂളിൽ പോകാനും തോന്നില്ല. അങ്ങനെയാണ് ഒട്ടുമിക്ക പിള്ളേരും പറയുള്ളൂ, പറഞ്ഞിട്ടുണ്ടാവുള്ളൂ.
അത് എനിക്ക് അങ്ങനെയാണ് തോന്നണത് കേട്ടോ. പക്ഷേ ഇത്തിരി നമ്മൾ വളർന്ന് വലുതായി കഴിഞ്ഞ് നമ്മളൊന്ന് വലിയ ഒരു പ്രായമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഏറ്റവും മനോഹരമായ കാലം സ്കൂൾ കാലമാണ്, ബാല്യകാലമാണ്, കൗമാരമാണ്, യൗവനമാണ് എന്ന് നമ്മൾ ഇപ്പം ചിന്തിക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായ കാലം ആ സ്കൂൾ കാലമാണ്, കുട്ടിക്കാലമാണ്. ദേ മോഹൻലാൽ പറയുന്നത് കേട്ടോട്ടാ. നമ്മുടെ ജീവിതകാലം മുഴുവൻ നല്ലത് കാലമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതൊരു അങ്ങനെയല്ലേ, ഒരാൾ ജനിച്ച് വളർന്ന് വയസ്സായി മരിച്ചു, ഒരു സർക്കിളാണ്. അപ്പോൾ എല്ലാ കാലത്തെയും നന്നായി വിചാരിക്കുക. പറയാറുണ്ട് സ്കൂൾ കാലമാണ് ഏറ്റവും നല്ലത്, നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും എനിക്കിപ്പോഴും നല്ല സൗഹൃദങ്ങളുണ്ട്. സ്കൂളിൽ പഠിച്ച അതേ കുട്ടികൾ ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്, കൂടാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പം എല്ലാ കാലങ്ങളും മനോഹരമാണെന്ന് നമ്മളത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാനാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ കാലത്തിനെയും നമുക്ക് നല്ലതാക്കി മാറ്റിയെടുക്കാൻ സ്കൂൾ കാലം മുതൽ ശ്രമിക്കണം. കണ്ട, അത് അടിപൊളിയല്ലേ? സ്കൂൾ കാലം മുതൽ ശ്രമിക്കണം. അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇതുപോലത്തുള്ള അടിപൊളി ഡയലോഗ്സ് ഒന്നും ഉണ്ടായില്ല കേട്ടാ. മോഹൻലാൽ എന്താണോ അന്ന് ഇതൊന്നും പറയാതിരുന്നത്? അന്ന് ഇതുപോലെ മൊബൈലില്ലാത്തൊരു കാലം, അതുപോലെ സോഷ്യൽ മീഡിയ എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ടായിരിക്കാം. മനോഹരമായ വാക്കുകളാണ്, അടിപൊളി. പിന്നെ അതേ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, വീഡിയോ ആണ് കണ്ടോ. ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, യാത്രേനെ പറ്റിയുള്ളതാണ്. ലാലേട്ടൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രാ അനുഭവം പറയാവോ? ഞങ്ങൾ ഒരിക്കൽ ജപ്പാനിൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു സ്റ്റേഷനിൽ കയറിയിട്ട് ഞങ്ങളുടെ ലഗേജ് അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ എടുത്തു വെച്ച് ലഗേജിൽ നിന്ന് കൈ എടുത്തപ്പോൾ കൈക്കകത്ത് മുഴുവൻ ഡസ്റ്റ്, പൊടി. അപ്പോൾ ഞങ്ങൾ ഇരുന്നപ്പോൾ ആ ഒരു അറ്റൻഡൻറ്റ്, ഒരു ലേഡിയാണ്, അവരിങ്ങനെ നടന്നു പോയപ്പോൾ ജേറ്റി ചോദിച്ചു, സീ ദിസ്, വാട്ട് ഈസ് ദിസ്, ഇതെന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒന്ന് പെർപ്ലക്സ്ഡായി സോറി എന്ന് പറഞ്ഞു പോയി. ദെൻ ഹി സെഡ്, ലാൽ നോക്കിക്കോളൂ, ആരെങ്കിലും വന്ന് ഇതിന് ഭയങ്കരമായിട്ട് സോറി പറയുന്നു. അപ്പോൾ നോ ബഡി വിൽ കം. കാര്യം എന്താ, അതിൻ്റെ മുകളിൽ ശകലം പൊടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ യു ഡോണ്ട് ബിലീവ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സീനിയർ ആയിട്ടുള്ളൊരു സൂപ്പർവൈസർ വന്ന് അവിടെ ഇരുന്നു. അയാൾ 5 മിനിറ്റ് സോറി പറഞ്ഞു. സോറി, ഞങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, കാര്യം അയാൾക്കത് ഭയങ്കര ഷെയിമാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ല എന്നൊരാൾ പറയുമ്പോൾ അയാളോട് ദേഷ്യമല്ല വേണ്ടത്, അല്ലേ? കാരണം അത് നടന്നില്ല, അതിൻ്റെ ഒരു സങ്കടം, ഒരു മാനക്കേടെന്നൊക്കെ മലയാളത്തിൽ പറയാം. സോ അതൊരു വലിയ റെവലേഷൻ ആയിരുന്നു. കാര്യം നമ്മൾക്ക് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലി നമ്മൾ വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ അതൊരാൾ ചൂണ്ടിക്കാട്ടിക്കുമ്പോൾ പലർക്കും ദേഷ്യമാണ് അയാളോട് ഉണ്ടാകാൻ സാധ്യത. പക്ഷെ ഇത് അവർക്കൊരു ഷെയിമാണ് ഉണ്ടായത്. അത് പെട്ടെന്ന് നിങ്ങളോട് പറയാൻ തോന്നിയ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. സോ വാട്ട് എവർ യു ഡു ഇറ്റ് വിത്ത് ജോഷ്. ആൻഡ് നമ്മൾ ആരെങ്കിലും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അക്സെപ്റ്റ് ചെയ്യുകയും അതിന് സോറി പറയാനുള്ളൊരു മനസ്സ് ഉണ്ടാവണം. ഓക്കെ, ശരി. അടിപൊളി. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് നമ്മുടെ നിന്ന് വന്നു പോയാൽ അത് ആരെങ്കിലും നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അത് സമ്മതിക്കുകയും അത് തെറ്റാണെന്ന് പറയണം. അതിൻ്റെ ഒരു സോറി പറയാനുള്ള ഒരു മനസ്സ് വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കൊച്ചു കഥ പോലെ നമുക്കത് ചേർത്ത് വയ്ക്കാവുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം, പക്ഷെ അദ്ദേഹം പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞ കാര്യമാണിത്. കുട്ടികൾക്കൊരു പാഠമായിട്ട് വയ്ക്കാവുന്ന, എപ്പോഴും ഒരു മനസ്സിലൊരു എളിമ നമ്മൾ സൂക്ഷിക്കേണ്ടത് എപ്പോഴും നല്ലതാണ്. ഇന്നത്തെ തലമുറയിൽ മനുഷ്യർക്ക് മര്യാദകൾ ഉണ്ടാക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാവുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പഴയ തലമുറയിൽ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും കണക്കൊക്കെ ആയിരുന്നു. അപ്പം നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം, അടിപൊളി. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.